അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 8 2023 ചണ്ഡീഗറിലെ കിഷൻഗർ എന്ന് പറയുന്ന ഏരിയയിൽ ഒരു IT പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ അടുത്താണ് ഹോട്ടൽ കാമറോണിൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉള്ളത്. ഒരുപാടധികം ആളുകൾ ഡെയിലി ബേസിസിൽ വന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഒരു കപ്പിള് അവിടെ വന്ന് റൂം എടുക്കുകയായിരുന്നു. ക്രിസ്റ്റൽ ലൊഹാനി, ആശിഷ് ലൊഹാനി എന്നായിരുന്നു അവരുടെ പേര്. അവർ രണ്ടുപേരും ഫോറിനേഴ്സ് ആയിരുന്നു, നേപ്പാളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. ഈ ക്രിസ്റ്റലിന് 22 വയസ്സായിരുന്നു പ്രായം, ആശിഷിന് 28 വയസ്സുമായിരുന്നു പ്രായം. 8ന് അവർ വന്നു, നോർമൽ കപ്പിളിനെ പോലെ തന്നെയായിരുന്നു. 9ന് ഇതേപോലെ തന്നെ അവർ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു. അതേപോലെ തന്നെ 10th കഴിഞ്ഞ് 11th ആയി. അപ്പോൾ 11th മോർണിംഗ് തന്നെ ഈ ആശിഷ് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ എംപ്ലോയീസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറയുകയാണ്. കാരണം അന്നത്തെ ദിവസമായിരുന്നു അവരുടെ ചെക്കൗട്ട്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ ആശിഷ് തിരിച്ചു വന്നില്ല. അങ്ങനെ ചെക്കൗട്ടിൻ്റെ ടൈമായപ്പോൾ ഹോട്ടൽ സ്റ്റാഫ് ആ ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. എന്നാൽ അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അകത്തുനിന്നുള്ള പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവർക്ക് ചെറിയ രീതിയിൽ സംശയവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. അവർ ഇവിടെ നിന്ന് വിളിച്ചു നോക്കി. അതേപോലെ തന്നെ ആശിഷിൻ്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡോറ് തുറന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കണ്ടത്. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കഴുത്തറുത്തായിരുന്നു ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. ഇത് കണ്ട് ഞെട്ടിത്തെരിച്ചു പോയ അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ടീം ബാക്കിയുള്ള എല്ലാവരും തന്നെ ആ ഒരു സ്പോട്ടിലോട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? ഇത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകത്തിലോട്ട് ഇയാളെ നയിച്ചത് എന്തായിരുന്നു? അതുപോലെ തന്നെ എന്താണ് ക്രിസ്റ്റലും ആശിഷും തമ്മിലുള്ള ബന്ധം? എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു കൊലപാതകത്തിന്റെ വിവരം അറിഞ്ഞ് ഹോട്ടലിന് ചുറ്റും ആളുകൾ കൂടുകയാണ്. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ ആശിഷ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് കൊലപ്പെടുത്തിയത്. കാരണം ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് രാവിലെ ഹോട്ടൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ടായിരുന്നു പുറത്തോട്ട് പോയത്. എന്നാൽ ആ പോയ ആൾ തിരിച്ചു വന്നിട്ടുമില്ല. അതുപോലെ തന്നെ അയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുമില്ല. പോലീസിൻ്റെ കയ്യിൽ ഇവരുടെ രണ്ടുപേരുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ പാസ്പോർട്ടും കാര്യങ്ങളാണ് കിട്ടിയത്. ഇവർ ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നേപ്പാൾ എംബസിയെ കോൺടാക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ആശിഷിനെ തപ്പി ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഇവർ ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ വേറെ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലിയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടണുണ്ട് ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പോലീസുകാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവരുടെ രണ്ടുപേരുടെയും എന്താ പറയുക കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിതിനു മുൻപ് പല പല സ്ഥലങ്ങളിൽ ഒരുപാടധികം നാളുകൾ ഇങ്ങനെ താമസിച്ചതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. ലുധിയാന, ബർമജ്ര, മണിമജ്ര, പിന്നെ പിപ്പിലിവാല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ രണ്ടുപേരും താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഏരിയകളിലോട്ട് പോലീസുകാർ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ വ്യാപിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എംബസി കൊല്ലപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛന് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അയാളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലോക്കൽ പോലീസ് ത്രൂ ശ്രമിച്ചിട്ടും അയാളെ എന്താ പറയുക ഡയറക്റ്റായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവിടെ ഉണ്ടായത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലായിരുന്നു ജയറാം ലൊഹാനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ താമസിച്ചിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ആളെ പിൻ പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നുകൊണ്ട് തന്നെ. അപ്പോൾ പോലീസുകാർ ഈ ഒരു ആശിഷിനെ തപ്പി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാടധികം ഇൻഫോമേഴ്സിനോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുകയാണ്. ആശിഷ് മലോയ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ. കാരണം ആളുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ആളവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ്റെ പുറകിൽ പോലീസുകാർ അവിടെ വെയിറ്റ് ചെയ്യാണ്. പോലീസുകാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാൾ അങ്ങോട്ട് വരികയാണ്. ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത്. ഈ ഒരു സ്റ്റോറി പോലീസിന് വിശ്വസിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു ആശിഷ് പറഞ്ഞു തുടങ്ങിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശിഷും ക്രിസ്റ്റലും ഭാര്യ ഭർത്താക്കന്മാരാണ്. നേപ്പാളിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായത്. അതിനുശേഷമാണ് ഇവർ ഇന്ത്യയിലോട്ട് വന്നത്. അടുത്തതായിട്ട് പോലീസിന് അറിയേണ്ടത് അവർ എന്തിനാണ് നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, അതുപോലെ തന്നെ എന്തിനാണ് വൈഫിനെ കൊന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ ഒരു ക്രിസ്റ്റൽ ലൊഹാനിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14ാമത്തെ വയസ്സ് വരെ ഒരു അനാഥാലയത്തിലായിരുന്നു ആ പെൺകുട്ടി വളർന്നത്. അതായത് ആ പെൺകുട്ടിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ 14ാമത്തെ വയസ്സിലാണ് ജയറാം ലൊഹാനി എന്ന് പറയുന്ന ഒരാൾ ആ അനാഥാലയത്തിലോട്ട് ചെല്ലുന്നത്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയെ അയാൾ കാണുന്നതും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ദത്തെടുക്കുന്നതും.
ഈ ഒരു ജയറാമാണ് ആ പെൺകുട്ടിക്ക് ക്രിസ്റ്റൽ എന്നുള്ള പേര് തന്നെ വെച്ചിട്ടുണ്ടായത്. അതിനുശേഷം തൻ്റെ സ്വന്തം വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ വീട്ടിൽ അയാൾക്ക് ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു, മൂത്ത മകൻ. ആ മകനായിരുന്നു ആശിഷ് ലോഹാനി. അപ്പോൾ ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററുമാണ്. അതായത് അവരൊരു സിബ്ലിങ്സിനെ പോലെ ജീവിക്കേണ്ട ആളുകളാണ്. എന്നാൽ ഈ ഒരു ആശിഷ് ആദ്യം തുടങ്ങിയ ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ ആയിരുന്നില്ല കണ്ടത്. ആൾക്ക് വേറൊരു തരത്തിലുള്ളൊരു അട്രാക്ഷൻ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയോട് ഉണ്ടായത്. അങ്ങനെ പതിയെ ഫ്ലേർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ആ സമയത്ത് ആശിഷിന് 20 വയസ്സായിരുന്നു കേട്ടോ പ്രായം. ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ 14 വയസ്സുമായിരുന്നു. അങ്ങനെ പതിയെ അവർക്കിടയിൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ലാത്ത മറ്റൊരു റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവർ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അപ്പോൾ ക്രിസ്റ്റലിന് 22 വയസ്സും അതുപോലെ തന്നെ ആശിഷിന് 28 വയസ്സുമായി. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നമുക്ക് എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഫാമിലിയൊക്കെ നോക്കുമ്പോൾ ഇവർ ബ്രദറും സിസ്റ്ററുമാണ്. അതായത് ഈ ഒരു കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും കൊന്നുകളയുന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. അപ്പോൾ അവർ എന്താണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തങ്ങളുടെ ഈ ഒരു ഇതെന്താ പറയുക റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മയെ നമ്മളെ കൊന്നുകളയും ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി. അതിനുശേഷം ഒരു സ്ഥലത്ത് പോയിട്ട് അവർ വിവാഹം കഴിച്ചു. പിന്നീട് കുറച്ച് നാൾ അവിടെ തന്നെ താമസിച്ചു. അതിനുശേഷം അവരിങ്ങനെ തീരുമാനിക്കുകയാണ്, നമുക്കെന്തായാലും നേപ്പാളിൽ നിൽക്കേണ്ട, നേപ്പാളിൽ നിന്ന് പുറത്തോട്ട് പോകാം, അതിനുശേഷം നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവർ നേപ്പാളിൽ നിന്ന് നേരെ ഇന്ത്യയിലോട്ട് വരുന്നത്. ഛത്തീസ്ഗഡിലോട്ടാണ് അവർ എത്തിയത്. അങ്ങനെ അവർ പല ജോലികളും ചെയ്തു കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി. ആശിഷിന് ഒരു നൈറ്റ് ക്ലബ്ബിൽ ഒരു ജോലി ലഭിക്കുകയാണ്. ഈ ക്രിസ്റ്റൽ ഒരു സ്പായിൽ ജോലിക്ക് പോകാനായിട്ടും തുടങ്ങി. ആ ഒരു സമയത്താണ് ഇവർ ഒരുപാടധികം സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി താമസിക്കുന്നുണ്ടായത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇവർ പിപ്പിലിവാല എന്ന് പറയുന്ന ഏരിയയിൽ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു. അതിനിടയിൽ വേറൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ഇവരുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് മറ്റൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയും ഒരു സ്പായിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായത്. ആശിഷിന് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നുകയാണ്, ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയാണ്. പതിയെ അവർക്കിടയിൽ ഒരു പ്രണയബന്ധം ഉടലെടുക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്കും അറിയാം ഇയാളുടെ കൂടെ ഇയാളുടെ വൈഫായിട്ടുള്ള ക്രിസ്റ്റൽ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. എന്നാൽ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. അപ്പോൾ ഇവർ പ്രണയിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ക്രിസ്റ്റൽ ഇത് അറിഞ്ഞില്ല. എപ്പോഴാണ് ആ പെൺകുട്ടി ഇത് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്നുകൊണ്ട് തന്നെ ഈ ഒരു ആശിഷിനെയും അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ആ ഒരു പെൺകുഞ്ഞിനെയും കാണാണ്ടാവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കാണാതായപ്പോഴാണ് ക്രിസ്റ്റൽ അവർ രണ്ടുപേരും റിലേഷനിലായിരുന്നതും ഇവർ രണ്ടുപേരും ഒളിച്ചോടി പോയ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. അപ്പോൾ ഇവരവിടെ നിന്ന് പോയി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ചു. അതിനുശേഷം ആശിഷ് ഈ പെൺകുട്ടിയോട് പറയാണ്, നമുക്ക് എന്തായാലും ഇന്ത്യയിൽ നിൽക്കണ്ട, ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നേപ്പാളിലോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവർ നേപ്പാൾ പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ നേപ്പാൾ ബോർഡർ കടക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. ബോർഡർ പോലീസിൻ്റെ പിടി വീഴുകയാണ്. ഓൾറെഡി ആശിഷ് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ തന്നെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. കാരണം ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് 18 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ഒരു നേപ്പാളി തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. സോ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഈ പെൺകുട്ടി പറഞ്ഞു തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇയാളുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊന്നും നിൽക്കില്ലല്ലോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വീട്ടുകാർ ആ പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആശിഷ് വീണ്ടും തനിച്ചായി. അപ്പോൾ അവിടെ എന്താ ചെയ്യാന്നറിയാണ്ട് നിൽക്കുമ്പോഴാണ് ആളുടെ ഭാര്യയുടെ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവാൻ തോന്നുന്നു. നേരെ ആൾ തൻ്റെ വൈഫിനെ അന്വേഷിച്ചിട്ട് അവർ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ആൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് പൂട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ ചുറ്റും അന്വേഷിച്ചു ഈ ഒരു പെൺകുട്ടി എവിടെ പോയി എന്നുള്ളത്. എന്നാൽ ആൾക്കത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ വൈഫിൻ്റെ ഫോണിലോട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ആളുടെ വൈഫിന് അന്വേഷിച്ച് ഒരുപാടധികം നടന്നു. അവസാനം സുഹൃത്തുക്കളെയും മറ്റുമൊക്കെ കോൺടാക്റ്റ് ചെയ്യാണ്. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കോൺടാക്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ക്രിസ്റ്റൽ താമസിക്കുന്ന അഡ്രസ്സ് അയാൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു അഡ്രസ്സിലോട്ട് പോയി നോക്കിയപ്പോൾ വേറൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അയാൾ കണ്ടത്. ക്രിസ്റ്റൽ ആ സമയത്ത് ക്രിസ്റ്റലിൻ്റെ പുതിയ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നുണ്ടായത്. അപ്പോൾ ഇയാൾ ആകെപ്പാടെ എന്താ പറയുക ദേഷ്യത്തിൽ ക്രിസ്റ്റലിനോട് ചോദിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേനും നീ വേറൊരാളുടെ കൂടെ പോയല്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ ആ ക്രിസ്റ്റൽ തിരിച്ച് അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഒരു 18 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കി നീ പോയില്ലേ, നീ പോയതിന് ശേഷമല്ലേ ഞാൻ പോയത്, ഇനിയിപ്പോൾ നീ എന്നോട് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കാനൊന്നും പോണില്ല, നീ എന്നോ പോയി, ആ ഒരു പോയ പോക്കിന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നേ പോയി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ആശിഷ് തനിക്ക് ഇഷ്ടമുള്ള എല്ലാം തന്നെ ചെയ്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ വന്ന് നിന്നപ്പോഴും
ആ ഒരു ക്രിസ്റ്റൽ ചെയ്തത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്രിസ്റ്റലിനായിട്ട് വീണ്ടും സംസാരിക്കുകയാണ്, കയ്യും കാലും പിടിക്കുകയാണ്. അവസാനം ക്രിസ്റ്റലിനെ കൊണ്ട് 2 ദിവസം എൻ്റെ കൂടെ ഹോട്ടലിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിക്കുകയാണ്. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടെ ആ ഒരു ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യ ദിവസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവുകയാണ്. എന്തൊക്കെ തന്നെ ചെയ്തിട്ടും ക്രിസ്റ്റൽ ഒരടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇനി ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. നീ എന്ന് എന്നെ വിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഒപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്നേ നീ എൻ്റെ മനസ്സിൽ മരിച്ചുപോയി. ഇനി എനിക്ക് ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ക്രിസ്റ്റൽ തീർത്ത് പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ആൾ നേരെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ഒരു കത്തി വാങ്ങിയിട്ടായിരുന്നു തിരിച്ചു വന്നത്. അതിനുശേഷം വീണ്ടും അയാൾ സംസാരിച്ചു, എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ ക്രിസ്റ്റൽ തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ഇയാൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നേരത്തെ വാങ്ങി വെച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിന് വെട്ടി ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആളത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കുളിച്ച് ഫ്രഷായി പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എസ്കേപ്പ് ആവണം. അതിൻ്റെ ഇടയിലാണ് സ്റ്റാഫ് ചോദിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ അവിടെ നിന്ന് പോയത്. ഇയാളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പോലീസിന് കഥയുടെ ഒരു കിടപ്പുവശം മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ജയറാം എന്ന് പറയുന്ന ആൾ കോൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ആൾ നേപ്പാളിൽ നിന്ന് നേരെ ഇന്ത്യയിലോട്ട് വരികയാണ് ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട്. പോലീസിനോട് ആൾ പറഞ്ഞത് ഇവർ രണ്ടുപേരും പ്രണയിച്ചു, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഒരു സമയത്താണ് ഞങ്ങൾ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞത്. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എനിക്കിനി അങ്ങനത്തെ ഒരു മകനും ഇല്ല മകളും ഇല്ല എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഇവർ രണ്ടുപേരും എവിടെയോ പോയി ജീവിക്കുകയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകളെ കൊന്നു. അപ്പോൾ ഞാൻ ദത്തെടുത്ത ആ ഒരു പെൺകുട്ടിയുടെ അവസാനത്തെ ചടങ്ങുകളെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്നുള്ളൊരു തരത്തിൽ അയാൾ അവിടെ നിന്നിട്ട് വിതുമ്പാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കില്ലായിരുന്നുവെന്നും അയാൾ പറയുകയുണ്ടായി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആശിഷ് ലോഹാനി ഇപ്പോൾ ജയിലിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.